ഇന്ന് ഇവിടെ നല്ല മഴ കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ദിവസവും നല്ല ഇടിവെട്ടി തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ റാന്നിലേക്ക് പോവാണ് വീട്ടിലേക്ക്. പോകുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ബീഫ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് എപ്പോഴും നമ്മൾ കറിയൊക്കെ വെച്ചല്ലേ കഴിക്കുന്നത്. ഇന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുപോകും. അച്ഛന് അത് ഇഷ്ടമുള്ള. അപ്പോൾ രാവിലെ തന്നെ എന്ന് വെച്ചാൽ ബീഫൊക്കെ വാങ്ങിച്ചു തന്നു, അമ്മ അതൊക്കെ കഴുകി തന്നു. ഇന്ന് ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആണോ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഞാൻ എങ്ങനെയാണ് ബീഫ് ഫ്രൈ വെക്കുന്നതെന്നാണ്. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളെല്ലാം കുരുമുളക് പൊടി, ഗരം മസാല, കളർ മുളക് പൊടി, എരിമുളക് പൊടി, മീറ്റ് മസാല, പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കുക്കറിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കാണും. ആ വെള്ളം കുറച്ച് മാറ്റി വെക്കുന്നത് നല്ല കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ചാറാട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചീനച്ചട്ടിയിലാണ് ബീഫ് ഫ്രൈ വെക്കുന്നത്. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കറുത്ത കളറിൽ അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അതിൽ നന്നായിട്ട് വഴറ്റി നമ്മൾ ആ ഒരു കറുത്ത കളറിലേക്ക് ആക്കിയെടുക്കണം. വെള്ളമൊക്കെ വറ്റിച്ച് അതിൻ്റെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. അപ്പോൾ നമ്മുടെ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച തേങ്ങാ കൊത്തും കുറച്ച് കരിയാപ്പിലയും കുറച്ച് വറ്റൽമുളക് കൂടെ ഫ്രൈ ചെയ്തതും കൂടിയിട്ട് എടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ബീഫ് ഫ്രൈ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ.